വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ CPIM വാർഡ് കൗൺസിലർ ആക്രമിച്ചുവെന്ന് പരാതി. തിരുവനന്തപുരം ആറ്റുകാൽ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണനെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തു. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ആക്രമണത്തിന് ഇരയായത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് അജീഷ് കുമാർ ചേരുന്നു. അജീഷ്, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹേൽ, ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്. വലിയ തിരക്കാണ് ക്ഷേത്രത്തിലുള്ളത്. അതുകൊണ്ട് ക്ഷേത്രത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രധാന കവാടത്തിലൂടെ കയറ്റി സ്ത്രീകളെ അകത്ത് കയറ്റി മറ്റൊരു കവാടത്തിലൂടെ പുറത്തുവിടുന്നതാണ് അവിടുത്തെ ഒരു രീതി. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ആ രീതിയാണ് സ്വീകരിച്ചത് വരുന്നത് കുറച്ച് ദിവസങ്ങളായി. ഇന്ന് രാവിലെ 11:15 ഈ സംഭവം നടക്കുന്നത്. ഫോർട്ട് പോലീസ് എടുത്ത കേസിൻ്റെ FIRന്റെ വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ രാവിലെ 11:15 ഇങ്ങനൊരു സംഭവം നടക്കുന്നു. ഈ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ, ആറ്റുകാലിലെ വാർഡ് കൗൺസിലറാണ്, തിരുവനന്തപുരം നഗരസഭയുടെ. രണ്ടുപേരുമായി ചേർന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. ഉടൻ തന്നെ ഈ പോലീസ് അവരെ തടയുന്നു. പക്ഷേ അവിടെ ഉന്തും തള്ളുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ഇവർ പിടിച്ചു തള്ളി തല പൊട്ടി എന്നാണ് പോലീസിൻ്റെ FIRൽ പറയുന്നത്. പക്ഷേ ഒരു CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ പോലീസുകാരി വീഴുന്നതായിട്ടോ തല പൊട്ടുന്നതായിട്ടോ ഒന്നും വ്യക്തമല്ല. പക്ഷേ ഈ പോലീസുകാർ മറ്റൊരു 3 പേരെ ഈ ഭാഗത്തൂടെ അകത്തേക്ക് കയറ്റിവിടുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്തതാണ് ഒരു പുരുഷ പോലീസുകാരനുമായിട്ട് ഉന്തും തള്ളുമാകുന്നതും. ഈ വനിതാ പോലീസുകാരി ഒന്ന് പിന്നോട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഭരിക്കുന്ന പാർട്ടിയും അവരുടെ പോലീസുമാണ്. ഇനിയുള്ള നടപടി അവർ രണ്ടുപേരുമാണ് എടുക്കേണ്ടത്. ന്യായം ആരുടെ ഭാഗത്തെന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഭരിക്കുന്ന പാർട്ടിയിലെ അംഗവും അതേപോലെ ഭരിക്കുന്ന സർക്കാരിലെ പോലീസും തമ്മിലാണ് വിഷയം.